പരിശുദ്ധ ത്രിത്വത്തിന് സ്തുതിയായിരിക്കട്ടെ. പാവപ്പെട്ടവരുടെ പട്ടിണി മാറ്റാൻ തൻ്റെ വാഹനവും എപ്പിസ്കോപ്പൽ മോതിരവും വിറ്റ് പണം നൽകിയ ഈ ബിഷപ്പ് ഒരു ജനപ്രിയനായ എഴുത്തുകാരനാണ്. പ്രാസംഗികൻ, കലാനിപുണൻ, സംഗീതജ്ഞൻ, ചിത്രകാരൻ, കവി ഇവയിലെല്ലാം കഴിവ് തെളിയിച്ച സഭയുടെ തന്നെ ഡോക്ടറാണ്. തൻ്റെ 16-ാം വയസ്സിൽ തന്നെ നിയമത്തിൽ ബിരുദമെടുത്ത വക്കീൽ. പഗാനിയുടെ സ്വന്തം അൽഫോൻസ് ലിഗോരിയെക്കുറിച്ചാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. ഇറ്റലിയിലെ നേപ്പിൾസിൽ കുലീനവും ധനികനുമായ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച വിശുദ്ധ അൽഫോൻസ് ലിഗോരി പഠനത്തിൽ സമർത്ഥനായിരുന്നു. തൻ്റെ 16-ാം വയസ്സിൽ നേപ്പിൾസ് സർവകലാശാലയിൽ നിന്നും നിയമത്തിൽ ബിരുദമെടുത്ത് കേസുകൾ വാദിക്കാൻ തുടങ്ങി. വാദിച്ച എല്ലാ കേസുകളും തന്നെ വിജയിച്ചിരുന്നു. അങ്ങനെയിരിക്കെ വലിയ ഒരു സംഖ്യയുടെ കൈമാറ്റത്തെ പറ്റിയുള്ള ഒരു കേസിൽ പ്രധാനമായ ഒരു രേഖയില്ലാതെ അദ്ദേഹം കേസ് വാദിക്കാനിടയായി. എന്നാൽ എതിർഭാഗം ആ രേഖ കാണിച്ച് കേസ് വാദിച്ച് ജയിക്കുകയും ചെയ്തു. അദ്ദേഹം വിഷമത്തോടെ അടുത്തുള്ള ഒരു ദേവാലയത്തിലേക്ക് പോയി മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുൻപിൽ തൻ്റെ നിയമപുസ്തകങ്ങളും കോട്ടും വാളും സമർപ്പിച്ചിട്ട് ഗദ്ഗദത്തോടെ ഇങ്ങനെ പറഞ്ഞു: ലോകത്തിൻ്റെ മായാ സ്വഭാവത്തെ ഞാൻ മനസ്സിലാക്കുന്നു. കപടത നിറഞ്ഞ കോടതിയെ നീ മേലിൽ എന്നെ കാണുകയില്ല. അങ്ങനെ സ്വഭവനത്തിലേക്ക് തിരിച്ചുപോയി. അതിനുശേഷവും ലോകം അതിൻ്റേതായ ആനന്ദം അദ്ദേഹത്തിൻ്റെ നേർക്ക് നീട്ടിയെങ്കിലും ലോകത്തെ ഉപേക്ഷിച്ച് നിന്നെ തന്നെ പൂർണ്ണമായും എനിക്ക് തരിക എന്ന ആന്തരിക സ്വരം ശ്രവിച്ച് പിതാവിൻ്റെ ഇംഗിതത്തിനെതിരായി 30-ാം വയസ്സിൽ വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ടു. മകൻ്റെ ആധ്യാത്മികത്വം അങ്ങേയറ്റം വെറുത്തിരുന്ന പിതാവ് ഒരിക്കൽ മകൻ്റെ പ്രസംഗം ശ്രവിക്കാനിടയായി. പ്രസംഗത്തിനു ശേഷം പിതാവ് മകനോട് പറഞ്ഞു: ഞാൻ നിന്നോട് നന്ദി പറയുന്നു. ദൈവത്തെ അറിയാൻ നീ എന്നെ സഹായിച്ചു. ലളിതമായ പ്രസംഗം അദ്ദേഹത്തെ വളരെ ജനപ്രിയനാക്കി മാറ്റി. സഭയിലെ ഏറ്റവും ദരിദ്രയായ വൃദ്ധയ്ക്ക് മനസ്സിലാകാത്ത ഒരു പ്രസംഗം പോലും ഞാൻ ഒരിക്കലും പ്രസംഗിച്ചിട്ടില്ലെന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരിക്കൽ വിശുദ്ധ ലിഗോരി നേപ്പിൾസിൻ്റെ ഉൾപ്രദേശങ്ങളിൽ തെരുവു കുട്ടികളെയും വളരെ ദരിദ്രരും ഉപേക്ഷിക്കപ്പെട്ടവരുമായ ആളുകളെ കണ്ടെത്തി തൻ്റെ മിഷനറി ആരംഭിച്ചു. നഗരങ്ങളിലും മറ്റു ചേരി പ്രദേശങ്ങളിലും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ദിവ്യരക്ഷക സഭ, റിദംപ്റ്ററിസ്റ്റ് സഭ എന്ന പേരിൽ ഇതറിയപ്പെടുന്നു. ഒരു വലിയ മരിയ ഭക്തനും ദിവ്യകാരുണ്യത്തോട് അമിതമായ ഭക്തിയും ഉണ്ടായിരുന്ന അദ്ദേഹം ഭാരിച്ച ജോലികൾക്കിടയിലും ചെറുതും വലുതുമായ 111 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൽ മരിയൻ മഹത്വങ്ങൾ എന്ന ഗ്രന്ഥം ഏറെ പ്രസിദ്ധമാണ്. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു: പഴം വേണ്ടവർ വൃക്ഷത്തിനടുത്ത് പോകുന്നു, ഈശോയെ വേണ്ടവർ മറിയത്തിൻ്റെ അടുക്കൽ പോകുന്നു, മറിയത്തെ കണ്ടവർ ഈശോയെ കാണും. പരിശുദ്ധ രാജ്ഞി എന്ന പ്രാർത്ഥന, ഇറ്റാലിയനിൽ സാൽവേ റെജീന എന്ന പ്രാർത്ഥന വിശുദ്ധൻ രചിച്ചതാണ്. വിശുദ്ധ കുർബാനയുടെ സന്ദർശനങ്ങൾ എന്ന ഗ്രന്ഥത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ 41 പതിപ്പുകൾ ഉണ്ടായി. ഇറ്റാലിയൻ കുരിശിൻ്റെ വഴിയും വിശുദ്ധ ലിഗോരി രചിച്ചതാണ്. പ്രതിഭാധനനായ സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായ അദ്ദേഹം നിരവധി ജനപ്രിയ ഗീതങ്ങൾ രചിച്ച് ഇടവക ദൗത്യങ്ങളിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറ്റാലിയൻ കരോൾ ഗാനം തു ഷെന്തി ദെല്ല സ്റ്റെല്ലെ എന്ന ഗാനം വളരെ പ്രസിദ്ധമാണ്. സാന്തഗതാദി ഗോതിയിൽ 13 വർഷക്കാലം മെത്രാനായി തീഷ്ണതയോടെ ആത്മാക്കളെ നേടുന്നതിനു വേണ്ടി പ്രവർത്തിച്ചു. വിശ്വാസത്തിൽ നിന്നകന്നു പോയവരെ പരിവർത്തനം ചെയ്യാനുള്ള പ്രത്യേക കഴിവ് വിശുദ്ധ ലിഗോരിക്കുണ്ടായിരുന്നു. കൂടാതെ പരഹൃദയജ്ഞാനം ഉണ്ടായിരുന്നതിനാൽ ദുർമാർഗികളെ മുറയ്ക്ക് ശാസിക്കുകയും തിരുത്തുകയും ചെയ്തിരുന്നു. പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും ധാരാളം എതിർപ്പുകളും വെല്ലുവിളികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ശാരീരിക അസ്വസ്ഥതകൾ മൂലം ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് തൻ്റെ 91-ാം വയസ്സിൽ ഇറ്റലിയിലെ പഗാനിയിൽ വെച്ച് മരണമടഞ്ഞു. ഗ്രിഗറി 16-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. 9-ാം പിയൂസ് മാർപ്പാപ്പ വിശുദ്ധ അൽഫോൻസ് ലിഗോരിയെ സഭയുടെ ഡോക്ടറായി പ്രഖ്യാപിച്ചു. കുമ്പസാരക്കാരുടെയും ധാർമ്മികവാദികളുടെയും തൊഴിലാളികളുടെയും സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധൻ്റെ ഭൗതിക ശരീരം അടക്കിയിരിക്കുന്ന ബസിലിക്കയിൽ പോകുവാനും ബലിയർപ്പണത്തിൽ പങ്കെടുക്കുവാനും എനിക്കും ഭാഗ്യം ലഭിച്ചു. എൻ്റെ ആദ്യത്തെ ജോലിയും പഗാനിയിൽ തന്നെയായിരുന്നു.
ഇന്ന് ഈ തിരുനാൾ ദിനത്തിൽ വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ സ്വർഗീയ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ദിവ്യകാരുണ്യത്തിൽ ആശ്രയിക്കുവാനും ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരുവാനുമുള്ള ഒരനുഗ്രഹം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.